നേരെ പോയത് കഅബാലയത്തിന്റെ മുറ്റത്തേക്കാണ്. അല്ലേ അല്ലേ? ബദർ പടപ്പാട്ട് വാങ്ങിയിട്ട് പൈസ വാങ്ങിയിട്ട് മുന്നേരം കിട്ടിയാൽ മാത്രം പോരാ. എന്തിനാ ബദർ ഉണ്ടായത് നമ്മൾ പഠിക്കണം. ബദർ ഉണ്ടായത് ബദർ പടപ്പാണ്ടാക്കിയിട്ട് പൈസ വാങ്ങിയിട്ട് കക്കൂസിന്റെ സ്ലാബ് വർക്കാൻ പൈസ ഉണ്ടാക്കാനല്ല, ഉമ്മത്തിന് ഈമാൻ പഠിപ്പിക്കാനാണ് ബദർ ഉഹുദും. ബദർ ഉഹുദും ഉമ്മത്തിന് ഈമാൻ പഠിപ്പിക്കാനുള്ളതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ, മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കാൻ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതചരിത്രം അള്ളാഹുവിന്റെ ഇടപെടൽ പഠിപ്പിക്കാനുള്ളതാ. യൂസുഫിക്ക് സപ്പാട്ടുണ്ടാക്കിയിട്ട് കാശുണ്ടാക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ ഇടപെടൽ പഠിക്കണമെങ്കിൽ യൂസുഫ് സൂറത്ത് പഠിച്ചാൽ മതി, ജീവിതത്തിൽ സന്തോഷം കിട്ടും. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഇറക്കിയതെപ്പോന്നറിയോ? മക്കത്തുനിന്ന് കുടുംബക്കാരെല്ലാം അശ്റഫുൽ ആട്ടി ഓടിച്ച് മദീനത്തേക്ക് പോയി. മനസ്സിലാകെ വേദനകളും നോവുകളുമായി, എനിക്ക് ആരുമില്ലല്ലോ, എന്റെ കുടുംബക്കാരാണ് എന്നെ അട്ടിയിരിക്കുന്നത് എന്ന ചിന്ത ഹബീബിൽ നോവിച്ചപ്പോൾ, വേണ്ട മുഹമ്മദ് മുസ്തഫ, നോവണ്ട, ഇതേപോലെ അനുഭവം നിങ്ങളുടെ സഹോദരനുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സൂറത്ത് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സഹോദരൻ യൂസുഫിന് മറ്റ് സംഭവം കേട്ടോളൂ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ സഹോദരൻ യൂസുഫിന്റെ അനുഭവം നിങ്ങൾ മനസ്സിലാക്കണം. യൂസുഫും ഇതേപോലെ എല്ലാവരും അവഗണിക്കപ്പെട്ട് ഏട്ടന്നര കൊണ്ടുപോയി തള്ളിയതാ. ആ സമയത്ത് ഞാനാണ് ഇടപെട്ടത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കുടുംബം തള്ളിയിട്ട് മദീനത്തെത്തിയതിന് ബേജാറാവണ്ട, ഞാനുണ്ട്, അള്ളാഹുണ്ട് മുഹമ്മദ് നബിയെ. അന്ന് യൂസുഫിനെ രാജാവാക്കിയ അള്ളാഹ് ഇതേപോലെ ഈ മുഹമ്മദിനെ രാജാവാക്കാൻ ഈ അള്ളാഹ്ക്ക് കഴിയും. മുഹമ്മദ് ബേജാറാവണ്ടെന്ന് പറയാനാ യൂസുഫ് പുറത്തിറക്കിയത്. നമ്മളത് യൂസുഫിക്ക് സപ്പോർട്ടാക്കി രാഗത്തോടെ ഹാർമോണി സെറ്റും വെച്ച് പാട്ടുപാടിയിട്ട് പള്ളിക്ക് മുന്നാരം കെട്ടാൻ കാശുണ്ടാക്കില്ല. അതെ, ബദരീങ്ങളുടെ രക്തം വിറ്റ് ചോറുണ്ടവരാണ് നമ്മൾ, അല്ലേ? ഉഹദിൽ ബദറിൽ ഷഹീദായത് 14 സഹാബാക്കൾ. ആ മക്കൾ യതീമുകളാണ്, ആ ഭാര്യമാര് വിധവകളാണ്. 14 പേര് ശുഹദാക്കളായി. ഇന്ന് ഈ ദീനിന് വേണ്ടി ഷഹീദാകുന്നത് റമദാൻ 17 10,000-കണക്കിന് എരുമക്കാലികളും പോത്തുകളുമാണ്. എന്നിട്ട് അതിന്റെ മാംസവും ബിരിയാണിയും തന്നിട്ട് ആ ഷഹീദായ 14 പേരുടെ യതീമുകളായ മക്കളോട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ മനസ്സ് വല്ലാതെ കട്ടിയാണ്. ഈ ഉമ്മത്തിന്റെ മനസ്സ് വല്ലാതെ കട്ടിയാണ്. പൂർവികന്മാരുടെ ചരിത്രങ്ങളെയും സംഭവങ്ങളെയും ഭക്ഷണത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഈ സമൂഹ നേതൃത്വത്തിന്റെ മനസ്സ് വല്ലാതെ കട്ടിയാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ പഠിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു തആല ഓരോ സംഭവത്തിലൂടെയും. എന്തിനാണ് 14 പേര് ഷഹീദായത്? എന്തിനാണ് 14 പേര് ഷഹീദായത്? ഓ മുസൽമാൻ, നീ ചെയ്തു തീർക്കേണ്ട ജോലിയുടെ ടാർഗറ്റ് പൂർത്തിയാക്കുക. അപ്പോഴേ അള്ളാഹുവിന്റെ ഇടപെടൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇത് മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. 14 പേര് ബദറിൽ ഷഹീദായി, മക്കം ഫത്ഹായില്ല. എന്തുകൊണ്ട്? അള്ളാഹു നിശ്ചയിച്ച ടാർഗറ്റ് പൂർത്തിയായിട്ടില്ല. ഉഹദിൽ 70 പേര് ഷഹീദായി, മക്കം ഫത്ഹായില്ല. എന്തുകൊണ്ട്? ഇപ്പൊ 84 പേരായി ഷഹീദായി, ടാർഗറ്റ് പൂർത്തിയായില്ല. അതേസമയം മക്കം ഫത്ഹിന് വേണ്ടി 10,000 പേര് വന്നു. മക്ക ഇസ്ലാമിന്റെ നാടായി. ഒരു ഈച്ച പോലും ഷഹീദാകേണ്ടി വന്നില്ല. വന്നോ? മക്കം ഫത്ഹിന്റെ അന്ന്. എന്തുകൊണ്ട്? അള്ളാഹു ഇടപെട്ടു, പ്രശ്നം പരിഹരിച്ചു. എപ്പോൾ? സഹാബാക്കളുടെ പരിശ്രമത്തിൽ അള്ളാഹു നിശ്ചയിച്ച ടാർഗറ്റ് പൂർത്തിയായപ്പോൾ. ടാർഗറ്റ് പൂർത്തിയാക്കാൻ നമ്മുടെ ഉത്തരവാദിത്തം. ടാർഗറ്റ് പൂർത്തിയാക്കാൻ നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് തൗഹീദിന്റെ പ്രബോധനം. അതാണ് റിസാലത്തിന് വേണ്ട പരിശ്രമം. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ ഇടപെടൽ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ അവൻ നിശ്ചയിച്ച ടാർഗറ്റ് നാം പൂർത്തിയാക്കി കൊടുക്കണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അതിനുവേണ്ടിയാണ് അല്ലാഹുവിന്റെ രീതി അതാണ്. അല്ലാഹുവിന്റെ സുന്നത്ത് അതാണ്. അല്ലാഹുവിന്റെ നടപടിക്രമം അതാണ്. അബൂജഹൽ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നു. എന്നിട്ട് അബൂജഹൽ 1000-ഓളം വെണ്ണനുയായികളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്തു. ഇല്ലേ? നിശ്ചയിക്കാൻ ഒക്കുമോ? കഅബാലയത്തിന്റെ പൂമുറ്റത്ത് വന്നു നിന്ന് അബൂജഹൽ ദുആ ചെയ്യുകയാണ്. സകല നായകനെ തവക്കലും കാണാം. അബൂജഹലിന്റെ ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ. അബൂജഹൽ ലാത്തിയോട് ദുആ ചെയ്തില്ല, ഉസ്സയോട് ദുആ ചെയ്തില്ല, മനാത്തയോട് ദുആ ചെയ്തില്ല, ഹുബൈലയോട് ദുആ ചെയ്തില്ല. കാരണം അബൂലഹബിന് അറിയാം യഥാർത്ഥത്തിൽ കാര്യത്തിൽ ഇടപെടേണ്ടത് അല്ലാഹുവാണ്. ഇവകളെല്ലാം അല്ലാഹുവിനെ സ്വന്തമാക്കാൻ വേണ്ട ശുപാർശകർ മാത്രമാണ്. അബൂജഹലിന് അറിയാം. അതുകൊണ്ടാണ് അബൂജഹൽ
മുഖ്യ വിഷയത്തില് പ്രാഥമിക പ്രശ്നമുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറായി. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, മൊയ്ൻകുട്ടി എതിരൊക്കെ പരീക്ഷപ്പെടുത്തിയത് ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ അല്ലേ, ഈ വീട്ടിന്റെ പരിപാലകനായ അള്ളാഹുവേ, ഞങ്ങൾ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാ, ഞങ്ങൾ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാ. ഒരു പാർട്ടി ഹക്കിന്റേതാ, മറ്റേ പാർട്ടി ബാത്തിലിന്റേതാ. ഹക്കേട് ബാത്തിലേത് നീ ഒന്ന് തീരുമാനിച്ചു തരണേ അള്ളാഹുവേ, ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാ. അതല്ലേ ആ ദുആന്റെ അർത്ഥം? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നിരന്തരം പാട്ട് കേട്ടുകൊണ്ടിരിക്കല്ലേ അബൂജഹലിന്റെ ദുആന്റെ? അബൂജഹൽ ദുആ ചെയ്ത് ആരോട്? അള്ളാഹുവിനോട്. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാതെ ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജഹലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജഹലിനെ കൊല്ല? പിന്നെ ഇവിടെ ബദർ യുദ്ധം നടത്തിയതിന് ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് വയ്ക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ.